ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റ്, ഇത് മാനുവൽ വേരിയന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ ഒരു മൈലേജ് ടെസ്റ്റ് ആണ്. കാരണം ഐറ്റൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസ്, ഗ്രാൻഡ് ഐറ്റന്റെ എന്ത് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്താലും ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിന്റെ താഴെ കമന്റ് ചെയ്യാറ് ഇതിന് മൈലേജ് ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ഇഷ്യൂ നമ്മൾ ഷോറൂമിൽ സംസാരിച്ചപ്പോൾ അവർ ഈ രണ്ട് വാഹനങ്ങളുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു പ്രോപ്പർ മൈലേജ് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പമ്പിൽ പോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഈ സിറ്റി കണ്ടീഷനിൽ കൂടെ ഒരു 50-60 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ബാക്ക് ടു സെയിം പമ്പിൽ വന്ന് നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് എത്ര ആവറേജ് മൈലേജ് ലഭിച്ചു എന്നാണ് നോക്കാൻ പോകുന്നത്. അത് ഓട്ടോമാറ്റിക്കിൻ്റെയും മാനുവലിൻ്റെയും. കാരണം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരു വാഹനങ്ങൾ ശരിക്കും ഈ ഒരു സെഗ്മെന്റിൽ നമ്മളെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. കാര്യം സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ 3 സിലിണ്ടറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ഐറ്റൻ നിയോസിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21 കിലോമീറ്റർ/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 15-നും 18-നും ഇടയ്ക്ക് മൈലേജ് ലഭിക്കും. കാരണം എൻ്റെ പല ഫ്രണ്ട്സിനും 16-17 മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് വാഹനങ്ങളുടെയും ഓട്ടോമാറ്റിക്കിൻ്റെയും മാനുവലിൻ്റെയും റിയൽ ലൈഫിൽ എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാക്സിമം ടാങ്കിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. 4196 രൂപയുടെ ഫ്യൂലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മാക്സിമം ടാങ്കിന്റെ ടോപ്പിൽ വരെ ഫ്യൂവൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് മീറ്റർ കാര്യങ്ങൾ റീസെറ്റ് ചെയ്തതിന് ശേഷം ഒരു 50 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യാം. അതിനുശേഷം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച ശേഷം നമ്മൾ ഇതിന്റെ മീറ്റർ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഡ്രൈവർ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് 0 ആണ്. പിന്നെ കിലോമീറ്റർ 0 കൊടുത്തിരിക്കുന്നു. ആവറേജ് ഫ്യൂൽ എക്കണോമി കാര്യങ്ങൾ 0 വന്നിട്ടുണ്ട്. അക്യുമുലേറ്റഡ് ഇൻഫോയും 0 ആണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ മീറ്റർ കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ നാട്ടിലെ നോർമൽ കണ്ടീഷനിലൂടെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഒരു 50 കിലോമീറ്ററോളം നമുക്ക് ഡ്രൈവ് ചെയ്തതിന് ശേഷം ബാക്ക് ടു സെയിം ഈ ജിയോയുടെ പമ്പിൽ വന്ന് തന്നെ നമ്മൾ ഫ്യൂവൽ റീഫില്ല് ചെയ്യുന്നതാണ്. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. വാഹനത്തിലുള്ള എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ റൂട്ടിലെ നിയമങ്ങളെല്ലാം പാലിച്ച് കറക്റ്റായിട്ട് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സമയം ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ടൈം തിരഞ്ഞെടുക്കാനുള്ള റീസണും നമ്മളുടെ നോർമൽ ഒരു ഡ്രൈവിൽ ഈ വാഹനത്തിന് കറക്റ്റായിട്ട് എത്ര മൈലേജ് ലഭിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ റോഡുകളെല്ലാം ശരിക്കും സിറ്റി റോഡെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഏത് റോഡിൽ പോയാലും നമുക്കൊരു 50-60 കിലോമീറ്റർ എബോവ് സ്പീഡിലൊന്നും ഇങ്ങനത്തെ ചെറിയ റോഡുകളിൽ കൂടെ ഓടിക്കാനായിട്ട് പറ്റത്തില്ല. അതല്ലെങ്കിൽ നമ്മൾ MG റോഡ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 90 to 100 ആവറേജ് സ്പീഡിൽ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിയോസ് പോലെയുള്ള ചെറിയ കാറുകൾ മാക്സിമം ആളുകൾ എടുക്കുന്നത് സിറ്റി ഡ്രൈവിനായിട്ടായിരിക്കും. വല്ലപ്പോഴും മാത്രമായിരിക്കും ഇവർ ഹൈവേ ഡ്രൈവ് കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. മാക്സിമം സിറ്റി ഡ്രൈവിന് വേണ്ടിയിട്ടായിരിക്കും ഈ വാഹനങ്ങൾ പലരും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റി കണ്ടീഷനിൽ ഈ വാഹനം ഡ്രൈവ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഹാച്ച്ബാക്ക് കാറുകളിൽ 4 സിലിണ്ടർ എഞ്ചിൻ ഓഫർ ചെയ്യുന്ന ഒരേ ഒരു വാഹനം നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. ഇതിന്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററായ സ്വിഫ്റ്റിൽ ഇപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. കാരണം 3 സിലിണ്ടർ ആയപ്പോൾ കമ്പനി കൂടുതൽ മൈലേജ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ റിയൽ സിറ്റി കണ്ടീഷനിൽ ആ 3 സിലിണ്ടർ എഞ്ചിൻ ഓടിക്കുന്നവർക്ക് ഒരു 17-18 ആവറേജ് മൈലേജ് ലഭിക്കുന്നുള്ളൂ. പിന്നെ മാരുതിയുടെ ഇഗ്നിസ് ആണ് 4 സിലിണ്ടർ എഞ്ചിൻ തരുന്ന ഒരു വാഹനം ഇപ്പോൾ. പക്ഷേ അത് ഒരു മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. ഇപ്പോൾ ബാക്ക് ടു നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസിലേക്ക് വന്നാൽ ഈ 4 സിലിണ്ടർ എഞ്ചിന് കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം വളരെ സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. നമ്മൾ ഈ വാഹനം ഇപ്പോൾ അറൌണ്ട് 60 കിലോമീറ്ററിലാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000 RPM താഴെയാണ്. ഇപ്പോൾ ഇന്റീരിയറിലാണെങ്കിലും അകത്താണെങ്കിലും പ്രത്യേകിച്ച് നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ സൈലന്റ് ആണ്. ഇപ്പൊ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ റീസെന്റ് പെട്രോൾ ടാങ്ക് ഫുൾ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മീറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ക്ലസ്റ്ററിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ 15.5 കിലോമീറ്റർ/ലിറ്റർ ആണ് മൈലേജ്. ഈ ഒരു സെഗ്മെന്റിലെ കാറുകളിലെ ഓട്ടോമാറ്റിക്കുകളിൽ ഓടിക്കാൻ ഏറ്റവും രസമുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. AMT ആണെങ്കിലും അതിന്റെ പ്രത്യേകിച്ച് AMTയുടെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റ് ആണ്. ഇപ്പൊ സ്റ്റിയറിംഗ് ആണെങ്കിൽ ലൈറ്റ് ആണ്. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗും ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ വരുന്നുള്ളൂ. ആ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റ് ആണ്. ഇപ്പോൾ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ പറ്റും. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാർ എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ലേഡീസിനും കൂടിയും അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ എല്ലാവർക്കും കൂടിയും യൂസ് ചെയ്യാനായിട്ടാണ് എങ്കിൽ, അത് കൂടുതൽ സിറ്റി ഓട്ടോ ആണെങ്കിൽ
ബെസ്റ്റ് കാറാണ്. കാരണം ലേഡീസിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. കാരണം കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ്, നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ പറ്റും. പിന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡാണ്. ആവറേജ് ഒരു 60 to 80 നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ലഭ്യമായ റോഡുകളിൽ ഏത് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാലും എല്ലാ റോഡും ശരിക്കും സിറ്റി കണ്ടീഷനെ പറയാൻ പറ്റുള്ളൂ. ഏത് റോഡിലാണെങ്കിൽ നമുക്കൊരു മാക്സിമം 80 km/h ഇപ്പോഴത്തെ കണ്ടീഷനിൽ റൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ല നിങ്ങൾ ഏർലി മോർണിംഗ് MG റോഡ് അല്ലെങ്കിൽ NH കൂടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് 100 km/h ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെഗ്മെന്റിലെ കാറുകളിൽ ഒരു ഫീച്ചറിസ്റ്റിക് കാർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസിനെ വിളിക്കാം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് എന്നല്ല, ഇതിന്റെ സ്പോർട്ട് വേരിയന്റ് തൊട്ട് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിയറിംഗ് വീലിൽ തുടങ്ങി കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷനിലായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു ഹാഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്നുള്ള രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഒരു 8 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നു, ടൈപ്പ് C ചാർജിങ് പോർട്ട് വരുന്നു, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. നമ്മുടെ കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനുള്ള സ്മാർട്ട് കീസ് 2 കീ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സ്പീക്കറിനുണ്ട്, ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഗ്രാൻഡ് ഐറ്റൻ നിയോസിൽ വരുന്നുണ്ട്. ഇപ്പൊ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തി. നമ്മളിത് തൊടുപുഴ ടൗണിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് ഗിയറിൽ തന്നെയാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് AMT ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഗിയർ ചേഞ്ച് ആവുന്നതൊന്നും അറിയുന്ന പോലും ഇല്ല ശരിക്കും. AMT ആണെങ്കിൽ ആദ്യമൊക്കെ സമയങ്ങളിൽ ചെറിയ ലാഗ് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിയോസിൽ നമുക്ക് അങ്ങനെ ഗിയർ ചേഞ്ച് ആവുന്നൊന്നും പ്രത്യേകിച്ച് അറിയുന്ന കൂടിയില്ല. നമ്മുടെ ഡെസ്റ്റിനേഷനായ മലങ്കര ഡാമിന്റെ ഉടമ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡാമിന്റെ അകമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇതുവരെ ഓടിച്ച സമയത്ത് നമുക്ക് കാണിച്ചിരിക്കുന്ന ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ 17.5 km/ലിറ്റർ ആണ്. അതൊരു ഡീസന്റ് മൈലേജ് തന്നെയാണ്. നമ്മൾ അത്യാവശ്യം നല്ല ട്രാഫിക് കണ്ടീഷനിലൂടെയാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചവിടെ ചെന്നിട്ട് ബാക്കി ടാങ്കും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടിയെന്ന് നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു. 50 കിലോമീറ്ററോളം ഈ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഓടിച്ചതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പക്ക ഫാമിലി കാറാണ് 100%. കാരണം ഇത് ഓടിക്കാൻ വളരെ ലൈറ്റാണ് കൺട്രോളുകൾ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഫാമിലിയുള്ള എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാറാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. അതിപ്പോൾ സിറ്റി യൂസ് ആണെങ്കിലും ഹൈവേ യൂസ് ആണെങ്കിലും. നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി സിറ്റിയിലോട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ഒരു 15 കിലോമീറ്റർ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ലേഡീസ് എല്ലാം അത്യാവശ്യം വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും തന്നെ ലൈസൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ, നിങ്ങൾ ലേഡീസ് ആണ്, നിങ്ങളൊരു പുതിയ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഗ്രാൻഡ് നിയോസും കൂടി ഉൾപ്പെടുത്തുക. ഗോ ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ്, യു വിൽ ലവ് ഇറ്റ്. അതാണ് അതിൻ്റെ ഒരു ഇത്. കാര്യം പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഓടിക്കാൻ ഇത്രയും രസമുള്ളതും ഓടിക്കാൻ ഇത്ര സുഖമുള്ള ഒരു വാഹനം ഈ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് മാത്രമാണ്. അപ്പോൾ ഏതൊരു വാഹനം വാങ്ങുന്ന സമയത്താണെങ്കിലും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിന്റെ കൂടെ തന്നെ ആ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു ഫാമിലിയിൽ എല്ലാവരും വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ആ വാഹനം ഒന്ന് ഓടിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. അതിനുശേഷം എല്ലാവർക്കും കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബാക്ക് ടു നമ്മളുടെ ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളുടെ മീറ്ററിൽ കാണിക്കുന്നത് നമ്മൾ ടോട്ടൽ ഇനി 567 കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഓടിയിരിക്കുന്നത് 53.5 കിലോമീറ്റർ ആണ്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പോൾ കാണിക്കുന്നത് 17.9 ആണ്. നമുക്ക് 18.5 18.6 വരെയൊക്കെ കിട്ടിയിരുന്നു. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈം 1 hour 45 minutes ആണ്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടുക. പിന്നെ നമ്മുടെ കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ആവറേജ് ഇക്കോണമിനകത്ത് കാണിച്ചിരിക്കുന്നത് 17.7 ആണ്. അപ്പോൾ നമുക്കിനി ബാലൻസും കൂടി അടിച്ചു നോക്കാം, എന്തോരം അടിച്ചാലാണ് ഫുൾ ടാങ്ക് ആകുക എന്നുള്ളത്. നമ്മൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഇപ്പോൾ മാക്സിമം കുറച്ചും കൂടിയും ഇപ്പം നമുക്ക് ശരിക്കും ഫുൾ ടാങ്ക് ആയി എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി മാക്സിമം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. ആ മോള് വശത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ അടിച്ചിട്ടുണ്ട്.
2.53, അതായത് 2.4 ലിറ്ററാണ് നമുക്ക് പെട്രോൾ വേണ്ടി വന്നത് ഫുൾ ആവാനായിട്ട്. നമുക്ക് ഏകദേശം ടോപ്പിൽ വരെ അതിൻ്റെ ഫ്യൂവല് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും എത്ര കിലോമീറ്റർ മൈലേജ് ലഭിച്ചു എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2.4 കറക്റ്റായിട്ട് നമുക്ക് മെൻഷൻ 2.4 ലിറ്ററാണ് നമുക്ക് വേണ്ടി വന്നത്. മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 53.6 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 53.6 ഡിവൈഡഡ് ബൈ നമ്മൾ അടിച്ചത് 2.4 ലിറ്ററാണ്. 2.4 22.33 ഇതിന് റിയൽ ലൈഫിൽ കിട്ടിയിരിക്കുന്ന മൈലേജ്. ശരിക്കും ഷോക്കിംഗ് മൈലേജ് ആണ്. സിസ്റ്റത്തിൽ കാണിക്കുന്ന 17.4. നിങ്ങൾ കണ്ടതാണ്, നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിരുന്നു, തിരിച്ചു വന്നിട്ട് ആ സെയിം പമ്പിൽ നിന്നാണ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്. 22.33. ഇതിപ്പോ കുറച്ചും കൂടി പെട്രോൾ അതിനകത്ത് കയറുമെന്ന് വിചാരിച്ചു. നമ്മൾ മാക്സിമം അടിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഒന്നും കൂടി നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 ml 200 ml കയറുമായിരിക്കും. എന്നാലും നമുക്ക് 20+ കിലോമീറ്റർ മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കിന്റെ മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞു. ഷോക്കിംഗ് ആയിട്ടുള്ള മൈലേജ് ആണ് 22.3. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റിയിൽ ആൻഡ് ഹൈവേയിൽ ഓടിക്കുകയാണ് എങ്കിൽ 20 കിലോമീറ്റർ എന്താണെങ്കിലും ഈ വാഹനത്തിന് മൈലേജ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ പല ഫ്രണ്ട്സിനും 17-18 മൈലേജ് ലഭിക്കുന്നുണ്ടെന്ന്. ഇനി നമുക്ക് സെയിം പ്രോസസ്സിൽ തന്നെ മാനുവൽ വേരിയന്റേയും കൂടി മൈലേജും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പമ്പിൽ പോകുന്നു, ഫുൾ ടാങ്ക് അടിക്കുന്നു, ഡ്രൈവ് പോകുന്നു, തിരിച്ചു വരുന്നു, ടാങ്ക് റീഫിൽ ചെയ്യുന്നു, മൈലേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ.